വെൽക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ചോദ്യങ്ങളാണ്. കേരളം, ഇന്ത്യ, ലോകം ഈ 3 ഭാഗത്തു നിന്നുള്ള ചരിത്രത്തിലെ ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, SCRT ക്വസ്റ്റ്യൻസ്, PSC ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 1604 സാമൂതിരിയുമായി കരാറിലേർപ്പെട്ട ഡച്ച് സംഘത്തെ നയിച്ച അഡ്മിറൽ ആരാണ്? സ്റ്റീവൻ വാൻഡർ ഹേഗൻ ആണ്. അപ്പം സാമൂതിരി സ്റ്റീവൻ വാൻഡർ ഹേഗൻ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഏത് വർഷമാണ് കരാറിൽ ഏർപ്പെട്ടത്? 1604 1604 സാമൂതിരിയുമായിട്ട് ഒരു ഡച്ച് സംഘം ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈ സംഘത്തെ നയിച്ച ഡച്ച് അഡ്മിറൽ ആരാണ്? സ്റ്റീവൻ വാൻഡർ ഹേഗൻ ആണ്. അടുത്ത ചോദ്യം, പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. നമ്മുടെ കാലടിയിലെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ അല്ലേ. അദ്ദേഹം ആരംഭിച്ചൊരു പ്രസിദ്ധീകരണമാണിത് പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടന ഏതാണ്? മലയാളി സഭ. മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കോലത്തുനാടാണ് കേട്ടോ. മൂഷക വംശം എന്ന കാവ്യത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കോലത്തുനാടാണ് കേട്ടോ, കോലത്തുനാട്. അടുത്തത്, ഭാവിയിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി നിലനിർത്തണമെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയത് എവിടെ നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിലാണ്? പയ്യന്നൂരിൽ വെച്ച് നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് ആവശ്യപ്പെട്ടത്. 1928 നടന്ന പയ്യന്നൂർ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ. 1956 നവംബർ 1 നിലവിൽ വന്ന കേരള ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശിയാണ്. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതി നിലവിൽ വന്ന എന്നാണ്? 1956 നവംബർ 1 നിലവിൽ വന്നത്. കേരള സംസ്ഥാനം വന്നപ്പോൾ തന്നെ ഹൈക്കോടതിയും നിലവിൽ വന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശിയായിരുന്നു. 7th ക്വസ്റ്റ്യൻ, 1969 കേരള ലാൻഡ് റീഫോംസ് ആക്ട് അവതരിപ്പിച്ച മന്ത്രി ആരാണ്? KR ഗൗരിയാണ്. നമ്മുടെ ഗൗരിയമ്മയാണ് 1969 കേരള ലാൻഡ് റീഫോംസ് ആക്ട് അവതരിപ്പിച്ചത്. ഏറ്റവും ഒടുവിലായി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1982 ആണ്. 1982. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കുമാര ഗുരുദേവനാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, വില്യം ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. SCRT നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി രൂപം നൽകിയ ലയന കരാർ പ്രകാരം ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഈ 3 വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്. എപ്പോഴാണ്? നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു അല്ലേ. അപ്പോൾ ആ ലയന കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങളുടെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ 3 വകുപ്പുകളും ആർക്ക് കൈമാറേണ്ടിയിരുന്നു? കേന്ദ്ര സർക്കാരിന് അതാണ് ലയന കരാറിൽ പറയുന്നത്. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധം ഏതാണ്? വാണ്ടി വാഷ് യുദ്ധം 1860. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാമാണ്? നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അല്ലേ. ഇദ്ദേഹത്തിന്റെ ശുപാർശകൾ, ഈ കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം.
വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. ഇത് മൂന്നുമായിരുന്നു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് ശ്രദ്ധിക്കണം, ഈ കമ്മീഷൻ വന്ന വർഷം ഏതാന്ന് ചോദിച്ചാൽ 1952 ആണ്. അതായത് ഈ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം വന്നൊരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. അപ്പോൾ ഇതിൻ്റെ 3 ശുപാർശകൾ, പ്രധാനപ്പെട്ട ശുപാർശകളുണ്ട്. എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. മറ്റൊരു ശുപാർശയാണ് എന്ത്? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളത്. ഇനി ഈ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഏതൊരു കമ്മീഷനെ രൂപീകരിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യം കാണുമല്ലോ. അപ്പോൾ ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ഏതാണ്? 1858 ജൂൺ 18 ആണ് ഝാൻസി റാണി വധിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ പദവി ഉയർത്താനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദി ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? നാസിക് ആണ് കേട്ടോ. റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? നാസിക്കിൽ വെച്ചിട്ടാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പടയണി ഗാനം എന്നറിയപ്പെടുന്ന ഗാനം ഏതാണ്? വന്ദേ മാതരമാണ്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? VD സവർക്കർ ആണ്. സാരേ ജഹാം സെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയായിരുന്നു. അടുത്ത ചോദ്യം, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിലെ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമനാണ് കേട്ടോ. പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? രക്തരഹിത വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ, ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന റെവല്യൂഷനിലൂടെ പുറത്താക്കപ്പെട്ട ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമൻ. ലോക ചരിത്രത്തിലെ ഏതാനും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ നടന്ന വർഷങ്ങൾ നമുക്ക് കണ്ടെത്തണം. അതാണ് ചോദ്യം. പേൾ ഹാർബർ ആക്രമണം ഏതാണ്? ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം ഏതാണ്? 1941 ഡിസംബർ 7 ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നത്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ടത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6 നാഗസാക്കിയിൽ ആറ്റം ബോംബ് ഇട്ടത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9 3 ദിവസത്തെ വ്യത്യാസത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുന്നത്. ഹിറ്റ്ലറുടെ റഷ്യ ആക്രമണം എന്നായിരുന്നു? 1941 ജൂൺ 22 തൊട്ട് 1941 ഡിസംബർ 5 വരെ ആയിരുന്നു. 1900 തുടക്കത്തിൽ റഷ്യയിലെമ്പാടും രൂപം കൊണ്ട സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഇതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ആദ്യത്തെ ഫലം? എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? എന്താണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്? ചൈനയിൽ കൊണ്ടുവന്ന ഒരു നയമാണല്ലേ തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ചൈനയിൽ വന്ന് കച്ചവടം നടത്താമെന്നുള്ള തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? ജോൺ ഹേ ആണ് കേട്ടോ. ജോൺ ഹേ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്നത് എന്നാണ്? നമുക്കറിയാം റഷ്യൻ വിപ്ലവമായിട്ട് നടന്ന സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇത് നടന്നത് എന്നാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1905 ജനുവരി 22 രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം റഷ്യൻ വിപ്ലവത്തോടനുബന്ധിച്ച് നടന്നത്. പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം ഇതെന്നാണ് നടന്നത്? 1905 ജനുവരി 9 കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? നമുക്കറിയാം കേരളത്തിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ്?
ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 വർഷം പ്രധാനപ്പെട്ടതാണ്, ചോദിക്കും. ജി ശങ്കരക്കുറുപ്പിന് 1965. എസ് കെ പൊറ്റക്കാടിന് 1980 ലഭിച്ചത്. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984. എം ടി വാസുദേവൻ നായർക്ക് 1995. ONV കുറുപ്പിന് 2007. അതിനുശേഷം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019. ഏറ്റവും ലാസ്റ്റായിട്ട് കിട്ടിയത് കേരളത്തിൽ നിന്നും ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അത് ഏത് വർഷമാണ്? 2019 കേട്ടോ. 2019 കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ആർക്കും കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പം മൊത്തം എത്ര പേർക്ക് കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അടുത്ത ചോദ്യം. ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന കേട്ടോ. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്ന പോലെയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകളാണ്. പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം എന്ന് പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മുസോളിനിയാണ്. സാമൂഹ്യ ഉടമ്പടി എന്നത് ആരുടെ കൃതിയാണ്? അതായത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? റൂസോയുടെ കൃതിയാണ് അല്ലേ? ജീൻ ജാക്വസ് റൂസോയുടെ കൃതിയാണ് സാമൂഹ്യ ഉടമ്പടി അഥവാ സോഷ്യൽ കോൺട്രാക്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ആരൊക്കെയാണ്? റൂസോ, വോൾട്ടെയർ, മോണ്ടസ്ക്യൂ. ഇവർ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട്. റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരവാഴ്ച ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവം? എന്താണ് ഭീകരവാഴ്ച? ഒരു ഭരണ കാലഘട്ടമാണല്ലേ റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. അത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അത് എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. 1793 തൊട്ട് 1794 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടിരുന്ന പേരാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. കാരണം ഈ സമയത്ത് അവിടുത്തെ ഭരണാധികാരികൾ ശത്രുക്കളെന്ന് തോന്നുന്നവരെ എല്ലാം നിഷ്കരുണം ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് വധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് ആ സമയത്ത് പറയുന്നത്. അപ്പം റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യ നാമം എന്താണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ ബാർബറോസയാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ വേണ്ടി ജർമ്മനി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. അമേരിക്കയുടെ കോളനികളിൽ സ്റ്റാമ്പ് ആക്ട് എന്ന പ്രാബല്യത്തിൽ വന്നു? 1765 വന്നത്. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. 1765 വന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ ചേർന്ന് USSRനെതിരെ രൂപീകരിച്ച സംഘടന ഏതാണ്? നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 2024 സ്ഥിരമായിട്ട് മിക്ക പരീക്ഷകൾക്കും ചോദിച്ച ഒരു ചോദ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, നാറ്റോ നിലവിൽ വന്നത് എന്നാണ്? നാറ്റോ നിലവിൽ വന്നത് 1949 ഏപ്രിൽ 4 നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ്, ബെൽജിയം. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഇത് അത്രയും നാറ്റോയെ പറ്റി ഓരോ കാര്യങ്ങളും ഓരോ എക്സാമിനായിട്ട് 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പം നാറ്റോ അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു. ടിപ്പു സുൽത്താൻ അംഗമായിരുന്ന ഫ്രഞ്ച് ക്ലബ് ഏതാണ്? നമുക്കറിയാം ഏതാണ്? ജാക്കോബിയൻ ക്ലബിൽ അംഗമായ രാജാവാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലേ? മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവ് ആരായിരുന്നു? മാക്സിമിലിയൻ റോബസ്പിയർ ആണ് കേട്ടോ. ഇദ്ദേഹമായിരുന്നു ജാക്കോബിയൻ്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത്. അതായത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് വന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഈ ജാക്കോബിയൻ ക്ലബ് എന്ന് പറയുന്നത്. മെയിനായിട്ടും തേർഡ് എസ്റ്റേറ്റിലെ പീപ്പിൾസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബസ്പിയർ ആണ്. ഓക്കെ, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെപ്പറ്റി തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. കറക്റ്റ് അല്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് പെയിൻ എന്നിവർ ചേർന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല.
എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരംഭിക്കുന്നത്. ശരിയാണ്. പൂർണ്ണമായും സ്വതന്ത്രനാകാനുള്ള കോളനികളുടെ ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെയാണ്. ശരിയാണ്. അപ്പം നമ്മുടെ തെറ്റായ പ്രസ്താവന എന്താണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് പെയിൻ എന്നിവർ ചേർന്നിട്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അത് തെറ്റാണ്. കാരണം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ എന്നിവർ ചേർന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. അമൃത്സറിലാണ് ഇത് നടന്നത്. അമൃത്സർ കൂട്ടക്കൊല എന്നും ഈ ജാലിയൻ വാലാബാഗ് ദുരന്തം അറിയപ്പെടുന്നു. റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധമാണ് ഈ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. എന്താണ് റൗലറ്റ് നിയമം? എന്താണ്? യാതൊരു കാരണവുമില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് കൊണ്ടുവന്ന നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരായി നടന്ന പ്രതിഷേധത്തിനിടയിലാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13 അമൃത്സറിൽ വെച്ചിട്ട്, പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ട്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നാണ്? 1931 സെപ്റ്റംബർ 7 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? VP മേനോനാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? വാപാല പങ്കുണ്ണി മേനോൻ. അതാണ് VP മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എന്ത്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ആരായിരുന്നു ഇദ്ദേഹം? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? VP മേനോൻ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണല്ലേ നമ്മുടെ മലയാളിയായ VP മേനോൻ എന്ന് പറയുന്നത്, വാപാല പങ്കുണ്ണി മേനോൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് എന്ത്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതുകൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാണ്? 1916 കേട്ടോ. 1916. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ് കേട്ടോ, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇതും ചോദിക്കുന്നതാണ്. ആരാണ്? DK കാർവേ, അതായത് ധോണ്ടോ കേശവ് കാർവെയാണ് ഇത് സ്ഥാപിച്ചത്. DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥാപിച്ചത്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാരാജ കേരളവർമ്മയാണ്. ഇതും ഒരു PQ ആണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതങ്ങനെ നമ്മൾ കേൾക്കാത്തൊരു ചോദ്യമാണ്, പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് പ്രധാന നേതാക്കളായിരുന്നത്. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി.